ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കരിയർ ഫീൽഡാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. സോ പലരും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഞാനൊരു ഫ്രഷർ ആണ് പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡിൽ ഒരു ജോലി കിട്ടുമോ എന്നുള്ളത്. സോ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടും, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഡേറ്റാ സയൻസ് കരിയർ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 5 സ്റ്റെപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മാസ്റ്റർ ദ ഫണ്ടമെന്റൽസ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ ഡേറ്റാ സയൻസിന് വലിയ ഡിഗ്രീസ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പൈത്തൺ അല്ലെങ്കിൽ ആർ പഠിക്കാം. സോ ഇതിൽ പൈത്തൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻഡ് റെക്കമെൻഡ് ചെയ്യുന്നതും പൈത്തൺ തന്നെയാണ്. പിന്നെ സീക്വൽ, ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കുക. പിന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ, ദാറ്റ് ഈസ് പവർ BI അല്ലെങ്കിൽ ടാബ്ലോ പോലുള്ള ടൂൾസ് പഠിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പകരം കാണിക്കേണ്ടത് നിങ്ങളുടെ കഴിവാണ്. സോ അതിന് വേണ്ടത് എന്താണ്? പ്രോജക്ട്സ് ആണ്. സോ വെറുതെ ടൈറ്റാനിക് ഡേറ്റ സെറ്റ് പോലെയുള്ള പഴയ പ്രോജക്ട്സ് ചെയ്യാതെ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നാട്ടിലുള്ള കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അനാലിസിസ്, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ് സൈറ്റുകളിലെ കസ്റ്റമർ റിവ്യൂ അനാലിസിസ്. സോ ഈ പ്രോജക്ട്സ് എല്ലാം ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യുക ആൻഡ് ഇതാണ് നിങ്ങളുടെ ഡിജിറ്റൽ റെസ്യൂമെ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നെറ്റ്വർക്കിംഗ് ആൻഡ് ദെൻ ലിങ്ക്ഡ്ഇൻ. സോ നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും അത് മറ്റുള്ളവരേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. സോ അവിടെയാണ് എന്ത് വരുന്നത്? ലിങ്ക്ഡ്ഇന്റെ പ്രസക്തി വരുന്നത്. നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ പ്രൊഫഷണൽ ആക്കുക. സോ ഡേറ്റാ സയൻസ് ഡൊമൈനിലുള്ളവരുമായി കണക്ട് ചെയ്യുക ആൻഡ് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സുകളെ കുറിച്ച് പോസ്റ്റുകളും ഇടുക. അപ്പൊ പലപ്പോഴും ജോലികൾ ലഭിക്കുന്നത് ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് വഴിയാണ്, ദാറ്റ് ഈസ് റെഫറൽ വഴിയാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്സ് ആൻഡ് ദെൻ ഫ്രീലാൻസിങ്. ഡയറക്റ്റ് ആയി വലിയ കമ്പനികളിൽ ജോലി കിട്ടാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഇന്റേൺഷിപ്പ് നോക്കുക. സ്റ്റൈപ്പൻസ് കുറവാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇന്റേൺശാല, ലിങ്ക്ഡ്ഇൻ അല്ലെങ്കിൽ നൗക്കറി ഇന്റേൺഷിപ്സ് എന്ന് കണ്ടെത്തുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്രീലാൻസ് പ്രൊജക്ട് ചെയ്യുക ആൻഡ് ദെൻ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ടും എക്സ്പീരിയൻസ് കിട്ടും. ആൻഡ് ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ടൈലർ യുവർ റെസ്യൂമെ. അവസാനമായിട്ട് നിങ്ങളുടെ റെസ്യൂമെ ആണ്. ഒരു സാധാരണ റെസ്യൂമേക്ക് പകരം ATS ഫ്രണ്ട്ലി ആയ നിങ്ങളുടെ സ്കില്ലുകളെല്ലാം പ്രോജക്ട്സും കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓരോ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താനും ശ്രദ്ധിക്കാം. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ല എന്നത് ഒരു തടസ്സമല്ല. കൃത്യമായിട്ടുള്ള സ്കില്ലും നല്ല പ്രോജക്ട്സും നല്ലൊരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലും നല്ലൊരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ആർക്കും ഡേറ്റാ സയൻസിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.